25 വർഷം മുൻപ് നഫീസുമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി. അതിനുശേഷം 3 പെൺമക്കളാണ് നഫീസുമ്മയ്ക്ക്. ആ 3 പെൺമക്കളെയും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് ജീവിതത്തോട് പൊരുതി ജീവിക്കുകയായിരുന്നു നഫീസുമ്മ. അതിന് പിന്നാലെ വീട്ടുജോലി അടക്കം ചെയ്തുകൊണ്ട് മക്കളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചു. 3 മക്കളെയും കല്യാണം കഴിപ്പിച്ചയച്ചു. അതിനുശേഷം ഒരുപക്ഷെ ആ ദാരിദ്ര്യം നിറഞ്ഞ ജീവിതത്തിനിടയിൽ നഫീസുമ്മ സുഖവും സന്തോഷവും എന്താണെന്ന് അറിഞ്ഞു കാണില്ല. അങ്ങനെ ഒടുവിൽ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം നഫീസുമ്മ 3 മക്കളുടെയും കൂടെ അല്ലെങ്കിൽ പെൺമക്കളുടെ കൂടെ ഒരു യാത്ര പോയി. മണാലിയിലേക്കാണ് പോയത്. അവിടെ മഞ്ഞിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നഫീസുമ്മ ഒരു റീൽ ചെയ്തു. സുഹൃത്തുക്കളോടൊക്കെ മണാലി കാണാൻ വരണം, അത്രയധികം ഭംഗിയുള്ള സ്ഥലമാണ് മണാലി എന്ന് പറഞ്ഞുകൊണ്ടുള്ള റീലായിരുന്നു. ആ റീൽ വലിയ രീതിയിൽ ആളുകൾ സ്വീകരിച്ചു. ആളുകൾ കണ്ടു. വലിയ രീതിയിൽ വ്യൂവേഴ്സും ഉണ്ടായി ആ റീലിന്. പക്ഷേ അതിന് പിന്നാലെ ഒരു മതപണ്ഡിതൻ നഫീസുമ്മയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നതാണ് കണ്ടത്. 25 വർഷം മുൻപ് ഭർത്താവ് മരിച്ചുപോയ വല്യമ്മയ്ക്ക് ഏതെങ്കിലും മൂലയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ എന്നായിരുന്നു മതപണ്ഡിതന്റെ ചോദ്യം. ആ ചോദ്യമാണ് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് കാരണമായി.